ഹായ് എവരിവൺ, പുതിയ സിനിമാ വാർത്തകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി ജയസൂര്യ നായകനായി എത്തുന്ന പ്രിൻസ് ജോയ് ചിത്രം അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് 11 മണിക്ക് റിലീസ് ചെയ്യുമെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അനുഗ്രഹീതൻ ആന്റണിക്ക് ശേഷം പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന പടമാണ് ഇനി വരാൻ പോകുന്നത്. ജയസൂര്യയുടെ കൂടെ വിനായകനു കൂടി ഒന്നിക്കുന്നു. ആടിനു ശേഷം ജയസൂര്യ വിനായകൻ കോംബോ വീണ്ടും കടന്നു വരികയാണ്. വളരെ വലിയ പ്രതീക്ഷ തന്നെയാണ് ചിത്രത്തിന് മുകളിൽ എല്ലാവർക്കും ഉള്ളത്. കാരണം അനുഗ്രഹീതൻ ആന്റണി എന്ന് പറയുന്ന സിനിമ വളരെയധികം പ്രേക്ഷക സ്വീകാര്യത നേടിയ ഒരു ചിത്രമാണ്. അടുത്തതായി ദുരന്തർ എന്ന സിനിമ ഇന്ന് ഏഷ്യാനെറ്റിലും അതുപോലെ സ്റ്റാറിന്റെ മറ്റു ചാനലുകളിലും പ്രേക്ഷണം ചെയ്യുന്നതാണ്. ദുരന്തർ 1 ആണ് സംപ്രേക്ഷണം ചെയ്യുന്നത്. അടുത്തതായി മെമ്മറീസ്, ഊഴം എന്നീ സൂപ്പർ ഡ്യൂപ്പർ സിനിമകൾക്ക് ശേഷം ജീത്തു ജോസഫും പൃഥ്വിരാജും കൂടി ഒന്നിക്കുന്ന കോംബോ വീണ്ടും വരികയാണ്. സിനിമയുടെ പേരോ മറ്റു വിവരങ്ങളോ പുറത്തു വന്നിട്ടില്ല. ചിത്രം ഈ വർഷത്തിന്റെ പകുതിയോടുകൂടി ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് കിട്ടുന്ന വിവരം. അടുത്തതായി ആസിഫ് അലിയുടെ സിനിമാ കരിയറിലെ ഏറ്റവും വലിയ ചിത്രങ്ങളിലൊന്നായ ടിക്കി ടാക്ക സെപ്റ്റംബറിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടാണ് കടന്നുവരുന്നത്. ആസിഫ് അലിയുടെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ടിക്കി ടാക്ക. വളരെ ആകർഷകമായ കാസ്റ്റാണ് ഈ സിനിമയ്ക്കുള്ളത്. വളരെയധികം പ്രതീക്ഷയും ജനങ്ങൾക്ക് ഈ സിനിമയിലുണ്ട്. അടുത്തതായി വർഷങ്ങൾക്കു ശേഷം ജയറാമേട്ടനും ഉർവശി ചേച്ചിയും വീണ്ടും ഒന്നിക്കുന്നു. ചിത്രത്തിന്റെ പേര് പരിമള ആൻഡ് കോ എന്നാണ്. ഇതൊരു തമിഴ് ചിത്രമാണ്. ജൂൺ 5 ചിത്രം റിലീസ് ചെയ്യുന്നു. അടുത്തതായി തുടരും എന്ന സിനിമയ്ക്കു ശേഷം തരുൺ മൂർത്തിയും മോഹൻലാലും ഒന്നിക്കുന്നു. ചിത്രത്തിന്റെ പേര് അതിമനോഹരം. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് 75ാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു. ചിത്രം നവംബർ മാസത്തിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ട്. അതിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ഇത്രയുമൊക്കെയാണ് പുതിയ സിനിമാ വിശേഷങ്ങൾ. നിങ്ങൾ ഇതിൽ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് വെയിറ്റിംഗ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കും പുതിയ സിനിമകളുടെ ഒപ്പീനിയനുകൾ അറിയുന്നതിനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.